കോഴിക്കോട് വടകരയിൽ നിന്നും കാണാതായ വിഷ്ണുവിനായുള്ള തെരച്ചിൽ മംഗലാപുരത്തേക്കും. വിഷ്ണുവിന്റെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ലോൺ ആപ്പിന് പുറമെ വിഷ്ണുവിന് മറ്റ് സാമ്പത്തിക ബാധ്യതകളും ഉണ്ടെന്നാണ് പോലീസിന് കിട്ടുന്ന വിവരം. വടകരയിൽ നിന്നുള്ള വിഷ്ണുവിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ഈ മാസം 13-നാണ് വിഷ്ണുവിനെ കാണാതായത്. വർഷ ഗിരീഷ് കോഴിക്കോട് നിന്ന് വാർത്തകളും ചേരുന്നു. വർഷ, ഈ CCTV ദൃശ്യങ്ങളിൽ വേറൊരു വിദ്യാർത്ഥിയോട് അല്ലെങ്കിൽ വേറൊരു യുവാവിനോട് സംസാരിച്ചുകൊണ്ട് വിഷ്ണു പോകുന്നതാണ് ദൃശ്യങ്ങളിൽ. ആ വിദ്യാർത്ഥി ആരാണ് എന്നറിയാൻ കഴിയുന്നുണ്ടോ? വിഷ്ണു എവിടെ എന്നതിൻ്റെ നേരിയ സൂചനയെങ്കിലും പോലീസുണ്ടോ? വർഷ, ഹാഷ്മി, വിഷ്ണുവിനെ കാണാതായി 7 ദിവസം പിന്നിടുമ്പോഴും വിഷ്ണു എവിടെയെന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരമായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന CCTV ദൃശ്യങ്ങൾ വടകര ബസ് സ്റ്റാൻഡിൽ നിന്നുള്ളതാണ്. ഈ വിഷ്ണുവിനോടൊപ്പമുള്ളത് അദ്ദേഹത്തിന്റെ സുഹൃത്താണ്. സുഹൃത്തിനോടൊപ്പം ATM-ൽ കയറി 1000 രൂപ ATM-ൽ നിന്നും പിൻവലിച്ച ശേഷമാണ് പിന്നീട് വിഷ്ണുവിനെ കാണാതായത്. ആ സമയം വിഷ്ണുവിനൊരു ഫോൺ വന്നിരുന്നുവെന്നും അതിനുശേഷം വിഷ്ണു വളരെ അസ്വസ്ഥനായിരുന്നു എന്നുമാണ് സുഹൃത്ത് പോലീസിന് നൽകിയ മൊഴി. ആ ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് പോലീസ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വടകര പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. ഈ വിഷ്ണുവിന്റെ അവസാന ലൊക്കേഷൻ കണ്ടെത്തിയിട്ടുള്ളത് കാസർഗോഡ് ബേക്കലിലാണ്. അതുകൊണ്ട് തന്നെ മംഗലാപുരം, ബംഗളൂരു ഭാഗങ്ങളിലേക്ക് പോയി കാണുമെന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. അതുകൊണ്ട് തന്നെ ഇവിടെയെല്ലാം വടകര പോലീസ് തിരച്ചിൽ നടത്തുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വിഷയത്തിൽ ഈ ലോൺ ആപ്പിന്റെ വിഷയം മാത്രമല്ല വിഷ്ണുവിനെ ഇങ്ങനെ കാണാതാവാനുള്ള കാരണമെന്നുള്ളതാണ് ഈ വടകര പോലീസ് നൽകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പറയുന്നത് മറ്റ് സാമ്പത്തിക ബാധ്യതകളും വിഷ്ണുവിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ലോൺ ആപ്പിലേത് കൂടാതെ മറ്റ് പലരിൽ നിന്നും വിഷ്ണു കടം വാങ്ങിയിരുന്നു എന്നുള്ള കാര്യം കൂടെ പോലീസ് പറയുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു കടബാധ്യത കൂടെ വിഷ്ണുവിന് ഉണ്ടായിരുന്നു. ഇതെല്ലാം കാരണമാകാം ഒരു പക്ഷേ വിഷ്ണു ഇങ്ങനെ കാണാമറ തിരിക്കുന്നത് എന്നുള്ള ഒരു നിഗമനവും നിലവിലുണ്ട്. ലോൺ ആപ്പിൽ നിന്നും വിഷ്ണു 10,000 രൂപ കടം വാങ്ങിയെന്നായിരുന്നു കുടുംബം പറഞ്ഞിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം വിഷ്ണുവിന്റെ ഒരു ചാറ്റ് പുറത്തു വന്നിരുന്നു. ആ ചാറ്റിൽ സഹോദരങ്ങൾക്ക് അയച്ച ചാറ്റിൽ പറയുന്നത് 65,000 രൂപ ലോൺ എടുത്തിരുന്നു, അതിപ്പോൾ 1 ലക്ഷം രൂപയിലധികമായി എന്നുള്ള കാര്യമാണ്. ഇത്തരത്തിൽ വിഷ്ണുവിന് പല സാമ്പത്തിക ബാധ്യതകളും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടെ പോലീസ് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും വിഷ്ണുവിനായുള്ള തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രധാനമായും മംഗലാപുരം, ബംഗളൂരു കേന്ദ്രീകരിച്ചാണ് ഈ തെരച്ചിൽ പുരോഗമിക്കുന്നത്. അതേസമയം വിഷ്ണുവിന്റെ ഫോൺ ഇപ്പോഴും ഓഫാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലാസ്റ്റ് ലൊക്കേഷനാണ് ഇപ്പോൾ കാസർഗോഡ് ബേക്കലിൽ കണ്ടിരിക്കുന്നത്. അല്ലാതെ വിഷ്ണുവിനെ കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.